Common questions in GCC interviews. Important and sure questions. 21 important questions are explaining in this video. Must watch this video before you attend an interview. First question is, tell me about yourself. ഏതൊരു ഇന്റർവ്യൂ ബോർഡും തീർച്ചയായിട്ടും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്? നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും എല്ലാ ഇന്റർവ്യൂ ബോർഡ്സും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ്? നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, നമ്മുടെ ഒരു വീക്ക് പോയിന്റ്, നമ്മൾ ഏത് പോയിന്റിലാണ് വീക്ക് ആവുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവർ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും വീക്ക് പോയിന്റ്സ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഒരു വീക്ക് പോയിന്റ് നിങ്ങളോട് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നോട്ട് ചെയ്തിട്ട് വെക്കുക. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ഹയർ യു? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒട്ടുമിക്ക ഇന്റർവ്യൂ ബോർഡ്സിലും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനുള്ള ഒരു വെൽ പ്രിപ്പയർഡ് ആൻസറുമായിട്ട് തന്നെ ഏത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ പോവേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള റീസൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നമ്മളോട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽ പ്രിപ്പയർഡ് ആൻസർ ആയിട്ട് വേണം ഇന്റർവ്യൂവിന് പോവാൻ. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഡു യു വാണ്ട് ടു വർക്ക് ഹിയർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്, ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇതിനുമുള്ള ഒരു ആൻസർ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇന്റർവ്യൂവിന് പോവാൻ. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് എ ടൈം യു ഷോഡ് ലീഡർഷിപ്പ്. അതായത് നിങ്ങൾ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിക്കോട്ടെ, അല്ല അതോ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു കരിയർ എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ടൈമിലോ പഠിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അവർ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറി എന്ത് ചെയ്യുക, ആ ഒരു ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, സെവൻത് ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് എ ടൈം യു വർ സക്സസ്ഫുൾ ഓൺ എ ടീം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളവരോ ഫ്രഷേഴ്സോ ആയിക്കോട്ടെ, അവരുടെ കരിയറിലോ കോളേജ് ടൈംസിലോ ഒക്കെ നമ്മൾ ഒരു ടീമായിട്ട് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വുഡ് യുവർ കോ വർക്കേഴ്സ് സേ അബൌട്ട് യു? അതായത് നമ്മളൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ, നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലായിക്കോട്ടെ, എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്. അതുപോലെ തന്നെ നമ്മളൊരു ആസ് എ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണ് നമ്മളെ പറ്റിയിട്ട്. ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇയാൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന കഴിവുകളുണ്ട്, അങ്ങനെയുള്ള നമ്മുടെ സഹപ്രവർത്തകരുടെ നമ്മളെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണെന്നാണ്. ഇതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, നയൻത് ക്വസ്റ്റ്യൻ ആണ്,
വൈ ഡു യു വാണ്ട് ടു ലീവ് യുവർ കറന്റ് റോൾ? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ അത് ലീവ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് റിസൈൻ ചെയ്ത് പോരാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് യുവർ മോസ്റ്റ് ചലഞ്ചിങ് പ്രോജക്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രഷേഴ്സിനും വരാൻ ചാൻസ് ഉണ്ട്, കൂടുതലായിട്ടും വരാൻ ചാൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കായിരിക്കും. അതായത് മുന്നേ നിങ്ങൾ ചലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്ന പ്രോജക്ട്സുകളെയൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ മുന്നേ ചെയ്തിട്ടുള്ള പ്രോജക്ട്സുകളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 11th ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് സംതിങ് യു ഹാവ് അക്കംപ്ലിഷ്ഡ് ദാറ്റ് യു ആർ പ്രൗഡ് ഓഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളൊന്ന് തിരിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിച്ചു കൊടുത്തത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നടത്തി കൊടുത്തിട്ട് അത് സക്സസ് ആവുകയോ എന്തെങ്കിലും ഒരു സക്സസ് നിങ്ങൾ കാരണവശാൽ ആർക്കെങ്കിലും ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ കാരണം കൊണ്ട് സാധിച്ചു കൊടുക്കുന്ന ഒരു കാര്യം അതിൽ നിങ്ങൾ പ്രൗഡ് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ വിവരിക്കാനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ യുവർ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കൂടുതലും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജോബിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഗ്യാപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്ത് നമ്മളൊരു വലിയൊരു ഗ്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമുക്കുണ്ടായിട്ടുള്ള ഒരു ഗ്യാപ്പ്, എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ യുവർ സാലറി എക്സ്പെക്ടേഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ഇന്റർവ്യൂ ബോർഡും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യുക, പോവുക. സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചൊരു നല്ല സാലറി പറയാം. നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, സാലറി ചോദിക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് സ്കിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, സാലറി ചോദിക്കാം. ആസ് എ ഫ്രഷർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരുപാട് കൂട്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് കുറച്ചിട്ടും സാലറി പറയരുത്. നമുക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന നല്ലൊരു സാലറി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പറയുക. ഒരുപാട് കൂട്ടിയിട്ടും കുറച്ചിട്ടും എന്ത് ചെയ്യുക, പറയാതിരിക്കുക. അപ്പോൾ ഇത് വളരെ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് എ ടൈം യു ഹാഡ് ടു മാനേജ് കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റീസ്. നമ്മുടെ പ്രയോറിറ്റീസിനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ മാനേജ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? അതായത് ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു 5 വർഷം മുൻപ് തന്നെ നമ്മൾ തീരുമാനിക്കണം. അതായത് ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇന്ന ഒരു പ്രൊമോഷൻ വേണം, ഇന്ന ഒരു പോസ്റ്റിൽ എത്തണം, അല്ലെങ്കിൽ ഇത്ര സാലറി ലെവല് വരെ എത്തണം, അല്ലെങ്കിൽ ഈ ഒരു ഹൈ പോസ്റ്റിലേക്ക് ഞാൻ എത്തണം. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അസംഷനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു ആൻസർ പറയാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് യുവർ ലീഡർഷിപ്പ് സ്റ്റൈൽ. ആസ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമ്മളൊരു ടീം അല്ലെങ്കിൽ നമ്മളൊരു ലീഡർഷിപ്പ്
ക്വാളിറ്റി നമ്മൾ കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലൊക്കെ ഏതൊരാൾക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതില് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുകൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ടീം ആയിക്കോട്ടെ ആ ടീമിനെ എങ്ങനെ ലീഡ് ചെയ്തു എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആസ് എ ഫ്രഷേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ കോളേജുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള കോളേജിൽ എന്തുണ്ടാവും, ടീം വർക്ക്സുകൾ വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പ്രോജക്റ്റ് വർക്ക്സുകൾ വരുന്നുണ്ടാവും, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ള. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ലീഡർ ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഏത് സ്റ്റൈലിലാണ് നമ്മൾ ആ ഒരു ടീമിനെ കൊണ്ടുപോയത് എന്നുള്ള അതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ 17th ക്വസ്റ്റ്യൻ ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം യു വർക്ക്ഡ് വിത്ത് എ ഡിഫിക്കൽട്ട് പേഴ്സൺ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് പേഴ്സണുമായിട്ട് വർക്ക് ചെയ്യാൻ, കുറച്ചു എന്താ പറയുക, നമ്മൾ പറയില്ലേ, കുറച്ചു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അതും എങ്ങനെ നിങ്ങൾ അതിൽ മുന്നോട്ട് പോയി എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18th ക്വസ്റ്റ്യൻ ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം യു ഡിസഗ്രീഡ് വിത്ത് സംവൺ. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് മുൻപ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് ഒപ്പീനിയൻസുമായിട്ട് ഡിസഗ്രി ചെയ്യേണ്ടോ, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിസഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യോജിപ്പില്ലായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട്, ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം യു ക്രിയേറ്റഡ് എ ഗോൾ ആൻഡ് അച്ചീവ്ഡ് ഇറ്റ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റി കാണിക്കാൻ പറ്റിയിട്ടുള്ള. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രിയേറ്റ് എ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ്. അതായത് നമ്മൾ ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്നൊരു ലക്ഷ്യത്തിൽ എത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു എയിം അല്ലെങ്കിൽ ഗോൾ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം യു ഹാഡ് ടു ലേൺ സംതിങ് ക്വിക്ക്ലി. അതായത് എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ലേൺ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അതായത് ഇന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 21th ക്വസ്റ്റ്യൻ ആണ്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ. ഏതൊരു ഇന്റർവ്യൂ ബോർഡും നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ലാസ്റ്റ് നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ആ കമ്പനിയെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു അവസരം തരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു അവസരത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കാവുന്നതാണ്. ഇതിനൊക്കെ പുറമെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് കോമൺ ആയിട്ട് എല്ലാ ഇന്റർവ്യൂ ബോർഡ്സും എല്ലാ ജോബ്സിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക കേട്ടോ.